I am proud of being a woman. Almost everything. എന്ത് ചേഞ്ച് ആണ് ഇവിടെ വരേണ്ടത്? ചേഞ്ച് വരേണ്ടത് മൈൻഡ് സെറ്റിലാണ് ആക്ച്വലി. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഇത് എന്നുള്ളത് മാറ്റിയിട്ട് ഈക്വലായിട്ട് കാണാന്നുള്ളത്. സ്ത്രീ എന്നുള്ളതെന്ന് വെച്ചാൽ എല്ലായിടത്തും ചെല്ലുമ്പം പെണ്ണായതുകൊണ്ട് നമുക്കൊരു ആണുങ്ങൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ബേസ് തന്നെ അല്ല അതിന്. പക്ഷെ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു മോളുണ്ട്, ഇപ്പോൾ 10 വയസ്സ് 11 വയസ്സായി. അവളെയൊക്കെ ഒറ്റയ്ക്ക് പുറത്തു വിടാൻ ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ MDMA അതും ഇതൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരെ എങ്ങനെ വിടും, ഇനി എന്ത് അവരെ വളർത്താൻ വേണ്ടി എന്ത് സേഫ്റ്റി ആണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു പേടിയിലാണ് ഇപ്പോൾ. ഹായ്, ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ള ആൾക്കാരെ നേരിട്ട് കാണാൻ, ശക്തരായ വനിതാ പോരാളികളെ കാണാൻ വേണ്ടി ഞാനും എൻ്റെ പിള്ളേരും പുറത്തോട്ടിറങ്ങിയാണ്. നിങ്ങളും ഒപ്പം വായോ. സ്ത്രീ ആയിട്ട് ജനിച്ചതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം ഏതാണ്? ഫ്രീ ആയിട്ട് ജനിച്ചാൽ കൂടുതലും നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയ അവസരങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ അഭിമാനം തോന്നിയ നിമിഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വലിയൊരു ബാധ്യതയൊക്കെ ഉണ്ടായൊരു സമയത്ത് നമ്മൾക്ക് മകളായതുകൊണ്ട് പോലും അത് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പം മോനെ കൊണ്ട് സാധിക്കുള്ളൂ എന്നൊരു ഇതിൽ പേരൻസ് നിന്നൊരു സമയം ഉണ്ടായിരുന്നു മകനെ കൊണ്ട്. പക്ഷേ അതല്ലാണ്ട് നമ്മൾക്ക് ഞാനായിട്ട് ചെയ്യേണ്ട ഒരു ഇത് വന്നപ്പോൾ നമ്മൾക്കതൊരു അഭിമാനമായിട്ട് തോന്നി. നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനി എന്താണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്? നമ്മളുടെ സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമങ്ങൾ കറക്റ്റായിട്ട് അത് ശരിക്കും പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ കുഞ്ഞുങ്ങൾക്കെതിരെയാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെ വരുമ്പോൾ അവരെ ഈ ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റിപ്പോറ്റ അത് ഇത് തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ നിയമം അത് മാറ്റണം. സ്ത്രീ എന്നുള്ളതെന്ന് വെച്ചാൽ എല്ലായിടത്തും ചെല്ലുമ്പം പെണ്ണായതുകൊണ്ട് നമുക്കൊരു ആണുങ്ങൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ബേസ് തന്നെ അല്ല അതിന്. പക്ഷെ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ. I am proud of being a woman. Almost everything. ഓക്കെ, പിന്നെ നമുക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടായിട്ട് വരുന്നുണ്ടോ? ചാലഞ്ചസ് എല്ലാ ദിവസവും ഫേസ് ചെയ്യാറുണ്ട്. ആൻഡ് എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് വെല്ലുമ്പോഴാണ് അതെ, ഓവർകം ചെയ്യുമ്പോഴാണ്. അതെ, നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണം, എന്തെങ്കിലും ചേഞ്ചസ് വരണം, പുതിയ ലോസ് വരണം, അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് ഇവിടെ വരേണ്ടത്? ചേഞ്ച് വരേണ്ടത് മൈൻഡ് സെറ്റിലാണ് ആക്ച്വലി. പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഇത് എന്നുള്ളത് മാറ്റിയിട്ട് ഈക്വലായിട്ട് കാണാന്നുള്ളത്. അതായത് എങ്ങനെയാണോ ആൺകുട്ടികൾക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ തന്നെ പെൺകുട്ടികൾക്കും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവർക്ക് അതേ ചാൻസസ് കൊടുക്കണം എന്നുള്ള ഒരു ചെറിയൊരു അവബോധനം ഉണ്ടാവുക. വണ്ടി ഓടിക്കുന്ന നല്ലൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും നല്ല രീതിക്ക് ആയിരിക്കും ഒരു പെൺകുട്ടി വണ്ടി ഓടിക്കുന്നുണ്ടാവുക. പക്ഷേ ചെറിയൊരു സ്ക്രാച്ചോ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരാൾ വട്ടം വെച്ച് പോയിട്ടാണെങ്കിൽ ആൾ ബ്രേക്ക് ഇടേണ്ട വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എന്താ നോക്കുക, വണ്ടി ആരും ഓടിക്കുന്ന പെണ്ണാണ്. അപ്പോൾ പിന്നെ പെണ്ണിൻ്റെ ആളുടെയാണ് പ്രശ്നം. എങ്ങനെയാണ് ഓടിച്ചതൊന്നും അറിയില്ല, എന്നാലും പെണ്ണിൻ്റെയാണ് പ്രശ്നം. അങ്ങനത്തെ ആ ഒരു ചെറിയൊരു മൈൻഡ് സെറ്റ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഷീസ് എ വുമൻ ദാറ്റ് ഷീസ് അറ്റ് ഫോൾട്ട്. ഇറ്റ്സ് വേറൊരാളുടെയും തെറ്റാവാം. അതൊരു ചെക്കനാണെങ്കിൽ അത് മറ്റൊന്നും ചെയ്തതായിരിക്കും. അപ്പോൾ അവർ കൂടുതൽ ചെക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ഇവിടെ ഒരു പെണ്ണാണെങ്കിൽ പെണ്ണാണ് തെറ്റ് ചെയ്തതെന്നുള്ള ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്യുമല്ലോ. കൺസിഡർ വുമൻ ആസ് ഹ്യൂമൻസ്. ഈ ഗോഡസും അല്ലാണ്ട് അങ്ങനെ ഏറ്റവും മുകളിൽ കയറ്റി വെക്കുമല്ലോ. അതിന് പകരം ഒരു പെൺകുട്ടി ആയാലും ഒരു വുമൺ ആയാലും ഏത് ജെൻഡറിലെ ആളായാലും അവർ ഹ്യൂമൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. എല്ലാവരെ കൊണ്ട് വരുന്ന തെറ്റുകൾ അവർക്കും പറ്റും, എല്ലാവരെയും കൊണ്ട് പറ്റുന്ന ആ ഒരു അച്ചീവ്മെന്റ്സ് അവർക്കും ഉണ്ടാവും. എന്ന് വെച്ചാൽ അവർ ഒരു ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. ആൻഡ് സെലിബ്രേറ്റിംഗ് എവറി പേഴ്സൺ ഇസ് റിക്വയർഡ്. അത് പെൺകുട്ടികളെ മാത്രമല്ല, ഇപ്പം വുമൻസ് ഡേ ഉള്ള പോലെ മെൻസ് ഡേ ഉണ്ട് എന്ന് വിചാരിച്ച് മെൻസിന് ആ ദിവസം മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഡസൻറ്റ് മേക്ക് സെൻസ് ബിക്കോസ് വി ലിവ് അമങ് ദം. അതേപോലെ തന്നെ വിമൻ എന്ന് പറയുമ്പോൾ വിമൻസ് ഡേയിലേക്ക് മാത്രം ഒതുങ്ങാണ്ട് സെലിബ്രേറ്റ് ദ വിമൻ ഇൻ യുവർ ലൈഫ്. സെലിബ്രേറ്റ് ബിക്കോസ് യു ഡോണ്ട് നോ. മോസ്റ്റ്ലി മെൻ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പീരിയഡ് പിറ്റ് സ്റ്റിമുലേറ്റർ വന്നപ്പോഴാണ് കുറച്ച് പേരെങ്കിലും, അത് ട്രൈ ചെയ്ത കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായത് ഹൗ ഹാർഡ് ഇറ്റ് ഇസ് ടു ബി എ വുമൻ വെൻ യു ആർ ഓൺ പെരൻസ്. അപ്പോൾ celebrate your women, ask them more what it's like to be a woman, to live in the society. ഈ ഒരു ദിവസത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും നേരെ വഴിക്ക് തന്നെ പോകുക എന്നുള്ളതാണ് പിള്ളേർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സ്ത്രീയാണെങ്കിലും പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ഏതാണെങ്കിലും നേരെ ചൊവ്വേ ജീവിക്കാനുള്ളതാണ്.
25 വർഷമായി 25 വർഷമായിട്ട് കേരളത്തിലുണ്ട്. കേരളത്തിലുണ്ട്. നാട്ടിലേക്ക് പോവും, ഇടുക്കിയൊക്കെ പോവും. 25 വർഷമായിട്ട് ജോലി ചെയ്യുവാണ്. ഹാപ്പി ആണോ? ഹാപ്പി. കഷ്ടം ചെയ്യും, ഹാപ്പി. ചേട്ടനൊരു അച്ഛനായിരിക്കാം, ഭർത്താവായിരിക്കാം, ചേട്ടനായിരിക്കാം. അപ്പോൾ നമ്മളുടെ മക്കള് ആൺകൊച്ചായിക്കോട്ടെ പെൺകൊച്ചായിക്കോട്ടെ നമ്മളിവിടെ സേഫ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഇവിടെ എന്താ വരാനുള്ളത്? ഇവിടെ അവരൊരിക്കലും സേഫ് അല്ല. കാരണം എനിക്കൊരു മോളുണ്ട്, ഇപ്പോൾ 11 വയസ്സായി. അവളെയൊക്കെ ഒറ്റയ്ക്ക് പുറത്തുവിടാൻ ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ MDMA അതും ഇതൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരെ എങ്ങനെ വിടും, ഇനി എന്ത് അവരെ വളർത്താൻ വേണ്ടി എന്ത് സേഫ്റ്റി ആണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു പേടിയിലാണ് ഇപ്പോൾ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സർക്കാർ തന്നെ ഡ്രഗ്സൊക്കെ നിരോധിക്കണം. കർശനമായ നിയന്ത്രണങ്ങളെല്ലാം അവർ തന്നെ എടുക്കണം. അല്ലാതെ ഇനി വളർന്നു തന്നെ പിള്ളേർക്ക് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല അവരെന്താവും എന്നുള്ളത്. നമ്മൾ അവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആസ് എ പാരൻറ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ വീട്ടിൽ സഹായിക്കാറൊക്കെ ഉണ്ടോ? ഭാര്യനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും ഒക്കെ സഹായിക്കാറൊക്കെ ഉണ്ടോ? അധികം അങ്ങനെ സഹായിക്കാറില്ല, എന്നാലും കുഴപ്പമില്ലാണ്ട് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഫാമിലി ചെറിയ ഫാമിലി. ഞാൻ 2 മക്കൾ, വൈഫ്. അവൾ രാവിലെ ഇപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ഇറങ്ങി നേരെ വൈഫിനെ ആക്കാൻ പോകും, ഓഫീസിലേക്ക് ആക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ബസ്സിൽ കയറും. അങ്ങനെയൊക്കെയാണ്. കുഴപ്പമില്ലാത്ത ഒരു ലൈഫ്. നല്ലൊരു ലൈഫ്. ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പി വുമൻസ് ഡേ. സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മളുടെ മക്കള് ഒക്കെ ഇപ്പം നമ്മൾ ഒത്തിരി ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ സേഫ് ആണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ പെൺമക്കളായാലും ആൺമക്കളാണെങ്കിലും സേഫ് ആണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുന്നേ? അച്ഛനും അമ്മയും ശ്രദ്ധിച്ചാൽ കുറേ സുരക്ഷിത അവർക്ക് കിട്ടും. ഞങ്ങൾ ശ്രദ്ധിക്കാം. ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാം. നാളെ വിമൻസ് ഡേ ആണ്. വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താ നമ്മളെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്താ, അല്ലെങ്കിൽ എന്താ പറയാൻ തോന്നുന്നത്? ഹാപ്പി ആണോ? സന്തോഷമായിട്ട് പോകുന്നു? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഈ സമൂഹം ഒന്നുകൂടി മെച്ചപ്പെടുത്തിയത് നല്ലതായിരുന്നു. ഇപ്പോൾ ഓരോ ന്യൂസൊക്കെ കേൾക്കണില്ലേ നമ്മൾ, റാഗിങ്, പിന്നെ കാണുന്നില്ലേ അച്ഛൻ കൊച്ചിനെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു. ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഗൾഫ് നാട്ടിലൊക്കെ ആണെങ്കിലേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്നിൽ തലവെട്ടി കൊല്ലും, അല്ലെങ്കിൽ അറിയാലോ അങ്ങനെയുള്ള നിയമങ്ങൾ ഇവിടെ വന്നാൽ അത്രയും നല്ലതായിരുന്നു. കണ്ടില്ലേ ഓരോ 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് എന്താ പറയുക, ഇപ്പം SSLC പരീക്ഷയാണ്. ആ കൊച്ച് പരീക്ഷ എഴുതേണ്ട ഒരിതാണ്. അപ്പം അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നാൽ നല്ലതായിരുന്നു. അതെ. ഇവിടെ കുറേ നാളായോ? ഇവിടെ 15 വർഷമായി നിൽക്കണം. അപ്പോൾ ചേച്ചി സ്ഥലം എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാണോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പം ഞാനും മോനും മരുമോളും. ആ ഓക്കെ. ഈ വർക്ക് എങ്ങനെയാ, ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് വെച്ചാൽ വേറൊരു പണിക്ക് പോകാനായിട്ടുള്ള പറ്റില്ല, അങ്ങനെ പ്രായപരിധിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വുമൻസ് ഡേ അന്ന് എന്താണ് ആ ദിവസത്തെ പ്രത്യേകതയല്ല, നമ്മളെ ഒരു ദിവസം മാത്രം ആഘോഷിക്കേണ്ടതാണോ, അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം ഓർക്കേണ്ടതാണോ? നമ്മളെ ഒരു ദിവസം മാത്രം ഓർക്കേണ്ടതല്ല, പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വന്നാലും ആരും അങ്ങനെ ഓർക്കാറില്ല. അന്നൊരു ദിവസം നമ്മൾക്ക് വേണ്ടി കുറച്ച് സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യും. അന്നൊരു ദിവസത്തേക്കല്ലേ ആ ഒരു സെലിബ്രേഷൻ ഉള്ളൂ. അതിനുശേഷം നമ്മൾക്ക് കിട്ടേണ്ട ഇപ്പോൾ ഉണ്ട്, ഇല്ല എന്നല്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നമുക്ക് ഇപ്പോഴൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ നൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പ്രയോറിറ്റി അധികം ബോയ്സിനാണ് ഇപ്പോൾ അധികം കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു ഗേൾ അതിന് പോകുമ്പോൾ അവരെന്നാലും ഒന്ന് പിൻവലിയ ഒരു ആൺകുട്ടിക്കായിരിക്കും അവിടെ കൂടുതൽ പ്രയോറിറ്റി വരിക. അങ്ങനത്തെ കേസിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇക്വാലിറ്റി ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഓക്കേടാ, താങ്ക് യു സോ മച്ച്. ഹാപ്പി വുമൻസ് ഡേ. നാളെ സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഹാപ്പി വുമൻസ് ഡേ. കണ്ടില്ലേ, ഇന്ന് നമ്മൾ സമൂഹത്തിലെ പല മേഖലയിലുള്ള സ്ത്രീ വ്യക്തിത്വങ്ങളെ കണ്ടു. പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും മാറ്റങ്ങൾ സംഭവിക്കട്ടെ. അപ്പോൾ ഏറ്റവും നല്ലൊരു വുമൻസ് ഡേ ആയിരിക്കട്ടെ. ഹാപ്പി വുമൻസ് ഡേ.